ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ്ങിൽ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ചകിരിച്ചോറില്ലേ, നമ്മുടെ ചകിരിച്ചോറ് വാങ്ങാൻ കിട്ടും കേട്ടോ. 150 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു പാക്കറ്റ്. മുന്നേ കുറേ വാങ്ങി വെച്ചിട്ട് നമ്മളിതുപോലെ യൂസ് ചെയ്യാണ്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് ആദ്യമൊക്കെ കുറേ യൂസ് ചെയ്തു, ബാക്കി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് നമ്മളങ്ങനെ വളത്തിൻ്റെ കൂടെ അങ്ങനെ ഇടുക അങ്ങനെ എന്തോ ചെയ്തു. പിന്നെയും നമ്മൾ വാങ്ങിയതാണ് കേട്ടോ, പോയിട്ട് ഒരെണ്ണേ വാങ്ങിയുള്ളൂ, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ വാങ്ങിയിട്ട് അത് വെള്ളത്തിൽ കുതിർത്തിടുകയാണ് കേട്ടോ. കുറേ നേരം കുതിർത്ത് വയ്ക്കണം. അപ്പോൾ ഞാനതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരെണ്ണത്തിൻ്റെ. അത് വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ട്. അതിന് ശേഷം അടുക്കളയിൽ പോയിട്ട് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ചേമ്പ് നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ലേസ് പോലെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും കപ്പ നമ്മുടെ കൊള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് വറുത്തതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ വറുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ തളിച്ചു കൊടുത്തിട്ട് അങ്ങനെ എടുക്കുക ചെയ്തിട്ടോ. പിന്നെ അതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെന്താ, സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഞാനിങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോഴേക്കും ഇത് ഏകദേശം നമ്മുടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുക്കളയിൽ കയറിനേക്കാൾ കുറേ മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് ഏകദേശം ഉച്ചയ്ക്ക് നമ്മളെടുത്തു. ഇതൊരു 5 മണിയൊക്കെ ആയപ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ. കുതിർത്ത് അപ്പോൾ ഒരു 3-4 മണിക്കൂറെങ്കിലും വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മണ്ണും കൂടെ കുറച്ച് വേണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴയ നമ്മുടെ ടെറസിന് മുകളിൽ കുറേ ചട്ടികളിൽ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലമായപ്പോൾ നമ്മളത് നോക്കാണ്ടായിട്ട് അങ്ങനെ അത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ചട്ടികളൊക്കെ താഴെ ഇറക്കിയിട്ട് അതിലത്തെ മണ്ണൊക്കെ നമ്മളിവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മണ്ണ് ഇന്ന് കുറച്ച് മണ്ണെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ മണ്ണ് കട്ടയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് നന്നായിട്ട് തല്ലി ഉടച്ചെടുക്കുകയാണ്. കുറച്ച് മണ്ണ് മതി നമുക്ക്. ആ കുറച്ച് ചട്ടികൾ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുന്നത്തെ വീഡിയോയിൽ കണ്ടവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കുറച്ച് ചട്ടികൾ വാങ്ങിയിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനാട്ടോ. അതുകൊണ്ടാണ് ഞാൻ അധികം ചകിരിച്ചോറ് വെച്ചത്. അപ്പോൾ ഈ മണ്ണിലേക്ക് നന്നായി ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ ആ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇപ്പം നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 25% ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ മണ്ണ് 75% നമ്മുടെ ഇത് തന്നെയാണ്, നമ്മുടെ ചകിരിച്ചോറ് തന്നെയാണ് കേട്ടോ. ഉള്ളിൽ വെക്കാനുള്ളതല്ലേ. അപ്പം നമ്മൾ ഒരു ദിവസം നനച്ചില്ലെങ്കിലോ വന്നില്ലെങ്കിലും അതിൽ ഈർപ്പം അങ്ങനെ നിൽക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ ചട്ടികളിലേക്കും ആക്കുന്നുണ്ട്. ഈ പച്ച ചട്ടി കിളിപ്പച്ചാണ് അല്ലേ, കിളിപ്പച്ച കളറല്ലേ. ഈ ചട്ടി ഞാൻ വാങ്ങണ്ടെന്ന് ചേട്ടനോട് പറഞ്ഞിട്ട് ഈ കളറ്. അപ്പോൾ മഞ്ഞ എടുത്തതാണ് ഞാൻ. അപ്പോൾ ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് മഞ്ഞ വേണ്ട, പച്ച മതി. പക്ഷേ ഈ ഒരു പച്ചയിൽ നമ്മുടെ ഗ്രീൻ കളറിലുള്ള നമ്മുടെ പ്ലാന്റ്സൊക്കെ വയ്ക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവുമോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഉണ്ടെങ്കിൽ. അപ്പോൾ എനിക്കത്ര അങ്ങോട്ട് താല്പര്യം തോന്നിയില്ല. റെഡിലൊക്കെ ആയിരിക്കുമ്പോൾ നല്ല കോൺട്രാസ്റ്റായിട്ട് നല്ല ഭംഗിയിൽ അങ്ങനെ നിൽക്കും. 2 റെഡ് ഉണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞ് ഇതാണ് ഒരു ഗ്രീൻ. എനിക്ക് റെഡാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അങ്ങനെ ഇതേ എല്ലാ ചട്ടികളിലും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൻ വന്നിരിക്കുന്നുണ്ട്. അവനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറേ പട്ടികളുണ്ടെങ്കിലും അവൻ്റെ മുഖം നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള മുഖമാണ്. മുഖം ഭംഗി നോക്കിയിട്ടല്ല നമ്മൾ സ്നേഹിക്കേണ്ടത് എന്നല്ലേ, അതല്ല സംഭവം കേട്ടോ. മുഖത്തൊരു നിഷ്കളങ്ക ഭാവമാണ് കേട്ടോ ഇപ്പോഴും. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്കൊന്നും വഴക്ക് പറയാനൊന്നും തോന്നില്ല, എന്ത് തെറ്റ് ചെയ്താലും. അപ്പോൾ അവൻ അങ്ങനെ വന്നിട്ട് നമുക്ക് കാവലിരിക്കുകയാണ് കേട്ടോ, എന്നോട് കൂട്ടിയിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ മണി പ്ലാന്റ് പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. വീട്ടിൽ ഇഷ്ടം പോലെ മണി പ്ലാന്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ വീട്ടിലത്തെ മതിലിൽ കൂടെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കുറേ. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് അവിടെ നിന്ന്, ഞങ്ങളുടെ വീട്ടിലേക്കുള്ളൊന്നും പറിക്കണ്ട, ഞങ്ങൾക്കും കൂടെ കുറേ പണം ഉണ്ടായിക്കോട്ടെ എന്ന്. അപ്പോൾ ഞാനത് പിന്നെ പറിച്ചില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് പോയത് തന്നെയാണെങ്കിലും ഇവിടെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ എന്തിനാ അപ്പോൾ അതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറിക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിതേ നോക്കിയിട്ടാണ് കേട്ടോ പറിച്ചെടുക്കുന്നത്. അതിൻ്റെ ആ വേര് നോക്കിയിട്ട് നമ്മൾ പറിച്ചെടുക്കണം. അതായത് അടിയത്തെ വേരല്ല, ഈ ഒരു വള്ളിയിൽ വേരുകൾ നിറയുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് പറിച്ചെടുത്താൽ അത് പെട്ടെന്ന് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേ പറിച്ചെടുക്കുകയാണേ.
പറിച്ചെടുത്തിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി ചെടിച്ചട്ടിയും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേര് ഭാഗമില്ലേ, അതായത് നമ്മൾ ഓരോ തണ്ട് മുറിക്കുമ്പോഴും ഓരോ ഇലയുടെ ഭാഗത്തും ഇതുപോലെ വേര് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ വേര് ഭാഗത്തിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് വയ്ക്കാം. എന്നാലേ പെട്ടെന്ന് പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എനിക്കും പറഞ്ഞ പോലെ ചിലപ്പോൾ പറയാനൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ. ചില സമയത്ത് എന്താ പറയണേന്ന് പോലും പലർക്കും തോന്നിയിട്ടുണ്ടാവും വീഡിയോസിൽ. ശരിയാണ്, എനിക്കും ചില സമയത്ത് ഭയങ്കരമായിട്ട് തെറ്റിപ്പോകാറുണ്ട്, വാക്കുകൾ തെറ്റിപ്പോകാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ തകൃതിയായിട്ട് എൻ്റെ എല്ലാം നടക്കുന്നുണ്ട്. ഈ ഒരു ചട്ടി വരുന്നത് എന്താ വെച്ചാൽ ഉള്ളിൽ വേറെയുണ്ട്, പിന്നെ പുറത്ത് വേറെ കേട്ടോ. അപ്പോൾ ഉള്ളിലത്തെ പാത്രത്തിൽ നമ്മൾ നനച്ചാലും അടിയിലത്തെ പാത്രത്തിലേക്കല്ലേ വെള്ളം വീഴുള്ളൂ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കളറും കണ്ടോ, നല്ല ഭംഗിയാണ്. ആ പച്ച നിൽക്കുമ്പോൾ റെഡ് നല്ല ഭംഗിയാണ് കാണാൻ. അന്ന് ആ ഗ്രീനിന് അത്ര ഭംഗി കിട്ടില്ല. അപ്പോൾ അത് ഞാൻ ചേട്ടനും ഞാനും കൂടെ അവിടെ നിന്ന് ഒരു വാക്ക് തർക്കമൊന്നും ഉണ്ടായില്ല. ചേട്ടൻ പറഞ്ഞു ഇതെടുത്തോ നല്ലത് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കൺഫ്യൂഷനായി. എനിക്കല്ലെങ്കിലും ചില സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ എടുത്തിട്ട് മറ്റേത് മാറ്റി കൊടുത്തതാണ് കേട്ടോ. മഞ്ഞയിലും അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല തോന്നുന്നു, റെഡിൻ്റെ അത്ര ആ ഒരു ഭംഗി കിട്ടില്ല നമ്മുടെ. അപ്പോൾ ഈ മണി പ്ലാന്റ് തന്നെ ഇപ്പം ഞാൻ വെക്കുന്നത് കേട്ടോ, ഈ ഒരു ഇതന്നെ വെക്കുന്നത്. വേറെ നമുക്ക് കളറ് കിട്ടുകയാണെങ്കിൽ, നമുക്ക് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ ഞാനിത് മാറ്റിയിട്ട് വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ മാറ്റി വയ്ക്കുക, എല്ലാം ഒരേപോലത്തെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. നമ്മുടെ ചട്ടിയും ചെടികളൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ എന്താ പണി, നല്ല പോലെ അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. ആദ്യം ചട്ടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് അവിടേക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ വേഗം ചെയ്യാണ്, കാരണം 6 മണിയായി, നമുക്ക് വിളക്ക് വയ്ക്കാറും കാര്യങ്ങളൊക്കെ ആയില്ലേ. അപ്പോൾ വേഗം അങ്ങനെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ആ സൈഡിലൊരു ചക്ക ചേട്ടൻ കുറച്ച് ദിവസമായിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചെറുതാണ് കേട്ടോ, നമുക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാവാറുള്ളൂ ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ നനച്ച് കൊടുക്കൽ കുറവായ കാരണം കൊണ്ടാണ് തോന്നുന്നു ചക്ക അത്ര വലിപ്പം വരാത്തത്. നമ്മുടെ ഈ നമ്മളിപ്പം മണ്ണെടുത്ത സ്ഥലത്ത് ഒരു വലിയ പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവിൽ നിറയെ ചക്കയായിരുന്നു, അതും വലിയ വലിയ ചക്കയായിരുന്നു. ഇത് തന്നെയായിരുന്നു കേട്ടോ. നമ്മളതാണ് അധികം ഉപയോഗിച്ചിട്ടുണ്ട്. അതാണെങ്കിൽ എപ്പോഴും നമ്മൾ നനച്ച് കൊടുക്കും, ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന കാരണം കൊണ്ട് വലുതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരുപാട് ചക്കയും ഉണ്ടായ സമയത്ത് അത് തനിയിരുന്ന് ഉണങ്ങിപ്പോയി. അത് ഭയങ്കര സങ്കടമായിട്ടോ. കാരണം എന്താ വെച്ചാൽ എന്തുകൊണ്ട് ഉണങ്ങിപ്പോയി എന്ന് അറിയില്ല. പിന്നെ ഈ ഒരു ചക്ക അപ്പോൾ മണം, ഇതിന് ഭയങ്കര മണമായ കാരണം കൊണ്ടേ നമുക്ക് ദൂരേക്ക് വരാൻ മണം എത്തൂട്ടോ ഇതിന് പഴുത്ത് കഴിഞ്ഞാൽ. അത് കാരണം നമുക്ക് അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ അത് ഒന്ന് മുറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വായിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു, കാരണം ചക്ക നമ്മുടെ എപ്പോഴുള്ള വികാരമല്ലേ അല്ലേ. അപ്പം അതൊന്ന് മുറിച്ച് നോക്കി. എനിക്ക് കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ടെറസിൽ പോയി ഒന്ന് അടിച്ചു വാരണം എന്ന് പറഞ്ഞിട്ട് ടെറസിൽ പോയതാണ്, പക്ഷേ സമയം കിട്ടിയില്ല. അപ്പം ഉണ്ട് ഒരു കിളിക്കൂട് കിടക്കണം. അപ്പോൾ അതിൽ മുട്ടയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് കേട്ടോ. മുട്ട ഉണ്ടോയെന്ന് വെച്ചാൽ അതിലില്ല. ഞാൻ കുറേ തപ്പി നോക്കി, പാവം കിളികളുടെ ചാടിപ്പോയതായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചു കേട്ടോ. അവരുടെ വീടല്ലേ, ഇത്ര കഷ്ടപ്പെട്ട് അവരുണ്ടാക്കി വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ട് പോന്നു. പിന്നെ ദേ കുറച്ച് മുളകൊക്കെ നല്ലോണം പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, ചുമന്ന കളറായിട്ടുണ്ട്. അപ്പം എന്നാൽ അത് പറിക്കാം. ഞാൻ നനച്ച് കൊടുക്കണ കാരണം കൊണ്ടാണ് കേട്ടോ, കാരണം ഇപ്പോഴത്തെ വെയിലിന് ഇത് ഇങ്ങനെ നിൽക്കില്ല, ടെറസിൻ്റെ മുകളിലാണല്ലോ. അപ്പം ഞാൻ 2 നേരം പോയിട്ട് നനച്ച് കൊടുക്കണ കാരണം കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇതിൽ ഇഷ്ടം പോലെ മുളകുണ്ട് കേട്ടോ, പുറത്തുമേക്ക് കാണില്ലെങ്കിലും ഉള്ളിൽ നല്ലപോലെ മുളകുണ്ട്. അത്യാവശ്യം എരിവും ഉള്ള മുളകാണ്. സാധാരണ ഇങ്ങനെ ഉണ്ടാവുന്ന മുളക് എരിവുണ്ടാവാറില്ല, ഇതിന് എരിവുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ആവശ്യമുള്ളത് പറിച്ചെടുത്തു. അതിന് ശേഷം വന്നിട്ട് തുണികൾ എടുക്കണം കേട്ടോ. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ തന്നെ തുണികൾ ഉണ്ട്. അപ്പം ഞാൻ വാഷിംഗ് മെഷീനിൽ വെള്ളം തുറന്നിട്ടിട്ട് മോളുടെ റൂമിലേക്ക് കയറിയതിട്ട് അവൾ രാവിലെ പോയല്ലോ. അപ്പോൾ അവളുടെ ഡ്രസ്സുകൾ, അവൾക്ക് ചെറിയ ജലദോഷവും പനിയൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആൾ വൃത്തിയാക്കിയിട്ടൊക്കെ പോകാറുണ്ട്. അപ്പം ഞാൻ അവളുടെ ഡ്രസ്സുകൾ കുറേ വലിച്ചു വാരിയിട്ടത് അതൊന്ന് ഒതുക്കി വെച്ചു, അവിടെ വെച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു.
പിന്നെ നമുക്ക് ടെറസിൽ കുറേ തുണികൾ എടുക്കാണ്ട് 2 ദിവസത്തെ തുണികൾ ഡെയിലി എടുക്കാറുണ്ടെങ്കിലും ഇന്നലെ എന്തോ തിരക്കായ കാരണം കൊണ്ട് അങ്ങനെ എടുത്തില്ല കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സുകളും കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വെക്കുകയാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് പണിയെടുത്തെങ്കിലും ക്ഷീണിച്ചു പോയി. അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ മീനച്ചാറ് രാവിലെ നമ്മൾ മീനച്ചാറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേരമീനും വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ആ പാത്രത്തിൽ തന്നെ ആക്കി വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊരു ബോട്ടിലാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ജാറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചായയിൽ ചായപ്പൊടി ഇടുക. എൻ്റെ ചായ നിങ്ങൾ കണ്ടിട്ട് പേടിക്കരുത്, ഇത് ഗ്രീൻ ടീ പോലെ ഇരിക്കും കേട്ടോ. അങ്ങനത്തെ ചായ ഞാൻ കുടിക്കുക. എനിക്ക് കടുപ്പം വലിയ ഇഷ്ടമില്ല. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി ഞാനിതാ രാവിലത്തെ പുട്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. പാത്രത്തിലൊന്നും ആക്കി ഇനി പാത്രം കഴുകണ്ടേന്ന് വെച്ചിട്ട് ആ കാസറോളൊന്നും അങ്ങനെ എടുത്ത് കഴിക്കുകയാണ്. കാരണം എന്തായാലും ബാക്കി വേസ്റ്റ് ആവുള്ളൂ, ആരും കഴിക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ കൈയിട്ടതാണെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.